ടെക് ഫോർഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചൈനയുടെ ടോർച്ച് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ചൈനയുടെ ടോർച്ച് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ നിൽക്കാറില്ല. ചൈനയുടെ ടോർച്ച് മാത്രമല്ല, ചൈനയുടെ എന്ത് സാധനം ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാലും അത് മാറ്റിയിട്ട് പുതിയതെടുക്കും. ചാർജ് ആവുന്ന അതിൻ്റെ റെഡ് LED കത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജിങ് സെക്ഷൻ കംപ്ലൈൻ്റ് ഇല്ല. ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇത് 1 വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അഴിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം കംപ്ലൈൻറ്റ്. ഇതിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ഹോൾഡറിൻ്റെ ഗ്ലാസും ഒക്കെ ലോക്കഡാണ്. പതിയെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി കഴിഞ്ഞാൽ ഇത് പോരും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് നമുക്കിതിൽ ലിഥിയം അയൺ ബാറ്ററി ഫിറ്റ് ചെയ്യാം. ഈ ബാറ്ററിക്ക് കുറച്ചും കൂടി ലെഡ് ആസിഡ് ബാറ്ററി അപേക്ഷിച്ച് കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും. ഇത് 3000 mAh ബാറ്ററിയാണ്. ഇതിലേക്ക് ഈ ബാറ്ററി ഫിറ്റ് ചെയ്യാം. റെഡ് വയറുകൾ എത്താത്ത കാരണം ആ റെഡ് വയർ നമ്മൾ ഊരിയിട്ട് വേറൊരു വയർ, നീളം കൂടിയ വയർ ഇതിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ബാറ്ററിയിലേക്ക് പ്ലസ് മൈനസ് മാറാണ്ട് കൊടുക്കണം. പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല.
ബാറ്ററി വച്ചതിന് ശേഷം ഇതിൻ്റെ വയറെല്ലാം ഒതുക്കി ക്ലിയറാക്കി വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.